പാർട്ടി ഇത്തവണ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ പൂർണ്ണമായും എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് തന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഒരു മുഖ്യ പ്രതിപക്ഷം എന്ന രീതിയിൽ എത്തിച്ചേരുന്നതിനുള്ള പ്രവർത്തനത്തിലാണ് നാം ഓരോ പ്രവർത്തകരും വാർഡ് തലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നാം എടുത്തു പറയുന്നത് ഒരു വികസിതമായിട്ടുള്ള അങ്കമാലിയെ തന്നെയാണ്. കാരണം രണ്ട് കൗൺസിലർമാർ വന്നതിന് ശേഷമാണ് ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ എത്രത്തോളം കേന്ദ്ര പദ്ധതികൾ ലഭ്യമായിട്ടുണ്ടെന്ന് ഈ പുറം ലോകം അറിഞ്ഞത് തന്നെ. സ്വാഭാവികമായിട്ടും അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് കൗൺസിലർമാർ തന്നെയാണ്. നമുക്കറിയാം, ഒന്ന് AV രഘുചേട്ടനും മറ്റൊന്ന് സന്ദീപ് ശങ്കറും. ഇവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ ഒരു മുഖ്യ പ്രതിപക്ഷമാവാൻ വേണ്ടി ഇന്ന് ആദ്യഘട്ടത്തിൽ ഒരു 16 സ്ഥാനാർത്ഥികളെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവരുടെ പേരുകൾ നമ്മൾ പറയും, അവരെ സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും നാളുകളിൽ പല പാർട്ടികളിൽ, രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നമുക്കറിയാം, അങ്കമാലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും CPM-ന്റെയും എല്ലാ ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്കമാലി. സ്വാഭാവികമായിട്ടും ഇവരുടെ സ്ഥാനാർത്ഥികളുടെ നിശ്ചയവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ പാർട്ടികൾക്ക് തന്നെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും നമ്മളിലേക്ക് വരാൻ തന്നെ തയ്യാറായിട്ട് നിൽക്കുകയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇല്ലാത്തത് തന്നെ. അധികം വൈകാതെ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വൈകാതെ തന്നെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഭരിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റിയുടെ ഭരണ പരാജയത്തൊന്നും ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വികസിതമായിട്ടുള്ള അങ്കമാലി, വികസനം അങ്കമാലി എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ ഈ അങ്കമാലിയിലെ ഓരോ വാർഡിലും ലഭ്യമായിട്ടുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ ഓരോ വാർഡ് കൗൺസിലർമാരും അത് എണ്ണി കൃത്യമായി അത് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അപ്പോ ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തവണ ഇലക്ഷനെ നേരിടുന്നത്. അതിന്റെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു തീരുമാനവും അത് തന്നെയാണ്. വികസിത കേരളവും എല്ലാവർക്കും ഒപ്പം എന്നതുപോലെ മാറാത്തതിന് മാറും. ഓൾറെഡി 2020 വേങ്ങൂരും അതോടൊപ്പം തന്നെ കോതമംഗലവും മാറിക്കഴിഞ്ഞു. ബാക്കി വാർഡുകൾ ഈ ഒരു ഇലക്ഷൻ 2020 നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറുമെന്ന് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അഭൂതപൂർവമായ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും വന്നിട്ടുള്ള പരിഷ്കാരങ്ങൾ, വികസന രംഗത്ത് നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് BJP വികസനത്തെ കുറിച്ച് പറയുമ്പോൾ അത് കേവലം ഒരു വായ്ത്താരി മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നതാണ് എന്ന് ആളുകൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം മുമ്പോട്ട് വെക്കുന്ന ഈ കാഴ്ചപ്പാടിന്റെ കൂടെ നിൽക്കാൻ ജനങ്ങൾ തയ്യാറാക്കണം. വികസിത കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധ്യതപ്രായമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. വികസിത കേരളം എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തിനെയും വികസനം ഉണ്ടാവണം. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്കമാലിയിലെ ജനങ്ങളോട് നാം പറയുന്നത് അങ്കമാലിയുടെ വികസനത്തെ കുറിച്ചാണ്. ഒരു വികസിത അങ്കമാലി ഉണ്ടാവുക എന്നുള്ളതാണ് അങ്കമാലിയിലെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. ഓരോ നഗരങ്ങളും ഓരോ പഞ്ചായത്തുകളും വികസിക്കുകയും അതെല്ലാം സ്വയം പര്യാപ്തമാവുകയും അവിടെയെല്ലാം ജനങ്ങൾക്ക് അവിടെ വീട്ടുമുറ്റത്ത് വികസനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവിടെയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിന്റെ മൊത്തം വികസനം ഉണ്ടാവുക.
അപ്പൊ അതിനുവേണ്ടി ഒരു വികസിത അങ്കമാലി പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു ജനവിധിക്ക് വേണ്ടി നാം ജനങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. നാം മത്സരിപ്പിക്കുന്ന ഓരോ സ്ഥാനാർത്ഥിയും അതൊരു പ്രതിജ്ഞയെടുക്കൽ കൂടിയാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് വികസനമാവണം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആശയം. രാഷ്ട്രീയത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ആരെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള സമീപനമല്ല ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ നാടിന്റെ പൊതുവികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി എല്ലാവരോടൊപ്പം ഈ യാത്ര മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന്റെ സാക്ഷാത്കാരമായി ഇനിയുള്ള 10-25 ദിവസക്കാലം എല്ലാവരെയും കാണാൻ, എല്ലാവരോടും ഈ സന്ദേശം എത്തിക്കാൻ, വികസനത്തിന്റെ സന്ദേശം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ, ആ സന്ദേശം എത്തിച്ചുകൊണ്ട് നമുക്ക് വലിയ വിജയം കൈവരിക്കാൻ ഈ അങ്കമാലി മുനിസിപ്പാലിറ്റിയിൽ സാധിക്കുമാറാകട്ടെ. 2025 നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നതിന് വേണ്ടി രമേശനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം അവിടെ 1 ചാക്കരപ്പറമ്പ് ധനഞ്ജയൻ PK, 3 കോതങ്ങാര പടിഞ്ഞാറ് ഷീന മനോജ്, വാർഡ് 4 എഡ്ജുവാൻ തെറ്റേ, വാർഡ് 5 കല്ലുപാലം സെബി PD, വാർഡ് 9 വളവഴി സിനിമോൾ മാർട്ടിൻ, വാർഡ് 10 വേങ്ങൂർ വടക്ക് സുപ്രിയ KS, വാർഡ് 11 വേങ്ങൂർ തെക്ക് ദിവ്യ പ്രവീൺ, വാർഡ് 12 കവരപ്പറമ്പ് അനൂപ് PR, വാർഡ് 14 തിരുനായത്തോട് അശോകൻ CK, വാർഡ് 15 സമാജം വാസന്തി പ്രസാദ്, വാർഡ് 17 എയർപോർട്ട് അംബിക സുബ്രഹ്മണ്യൻ, വാർഡ് 18 ജി വാർഡ് അനിത അപ്പുകുട്ടൻ, വാർഡ് 29 ചെമ്പനൂർ തെക്ക് അനിത കലേഷ്, വാർഡ് 30 ചെമ്പനൂർ വടക്ക് ചന്ദ്രൻ TS, വാർഡ് 26 മാർട്ടിൻ പയ്യപ്പള്ളി, വാർഡ് 8 അഞ്ജലി ജോസ്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു.